Hey everyone, so welcome to our new video. ഇന്ന് പെരുമ്പാവൂരടുത്ത് തോട്ടുവ ശ്രീ ധന്വന്തരി മൂർത്തി ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് തോട്ടുവ അമ്പലത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. രണ്ട് കുഞ്ഞു മക്കൾക്കും ചെറിയൊരു വഴിപാടുണ്ടായിരുന്നു അവിടെ ഒന്ന് കൊണ്ടി തൊഴിയിക്കണം എന്നുള്ളത്. ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്നാൽ പിന്നെ അതങ്ങ് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. കുറച്ചധികം നാളായി നമ്മളിങ്ങനെ ഇവിടെ വരണമെന്ന് വിചാരിക്കണു. അച്ഛനും അമ്മയും ചേട്ടനൊക്കെ ഇതിന് മുന്നേ വന്ന് തൊഴുതിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ തവണയാണ് വരുന്നത്. ചേച്ചിയും ഇതിന് മുന്നേ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഈസ്റ്ററിൻ്റെ ദിവസമാണ്, നല്ല തിരക്കുണ്ടാവുമെന്ന് കരുതിയോ വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്ന അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് തൊഴാൻ പറ്റി. കേരളത്തിലെ പ്രസിദ്ധമായ ആയുർവേദ ദേവനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണിത്, ശ്രീ തോട്ടുവ ധന്വന്തരി ക്ഷേത്രം. പല രീതിയിലുള്ള അസുഖങ്ങൾക്കും ചികിത്സയ്ക്കും വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. നമ്മൾക്കും 1-2 വഴിപാടുകൾ അവിടെ നേർന്നത് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ അവിടെ എഴുതിച്ചിട്ട് നമുക്ക് നടക്കി വയ്ക്കാൻ പറ്റുന്ന സൗകര്യവും എല്ലാം ഉണ്ട് അവിടെ. അവിടുത്തെ പ്രധാനമായിട്ടുള്ള വഴിപാടുകളിലൊന്നാണ് ചേന ഉപ്പ് സമർപ്പണം, അട്ടയും കുഴമ്പും പാളയും കയറും, തൊട്ടിൽ സമർപ്പണം, ഇങ്ങനെയുള്ളതെല്ലാം. അതൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ ചെയ്യുന്നുമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇവിടെ വന്നപ്പോൾ. കാരണം അവിടുത്തെ വിഗ്രഹം ഞാൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, നല്ല ചിരിച്ച് നല്ല കളഭച്ചാർത്തോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു ധന്വന്തരി മൂർത്തിനെ അവിടെ കാണാൻ പറ്റിയ. നമ്മൾ തോട് കാണാൻ പോവാണ് കേട്ടോ. ഹായ് ഗായ്സ്. അമ്പലത്തിനോട് തൊട്ട് ചേർന്നിട്ടാണ് തോട്ടുവ തോടുള്ളത്. അമ്മയൊക്കെ പറഞ്ഞിരുന്നത് ആദ്യം ഇവരിവിടെ വന്ന് കാല് നനച്ചിട്ടൊക്കെയാണ് തൊഴാൻ പോവാറെന്നാണ്. ഞങ്ങൾ തൊഴുത് കഴിഞ്ഞിട്ടാണ് വന്നത്. നല്ല വെയിലുള്ള സമയമായിരുന്നു. പക്ഷെ ഒന്ന് പോയി വെള്ളത്തിലൊക്കെ കാല് നനച്ച് പിള്ളേരെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന് കരുതിയാണ് ഞങ്ങൾ വന്നത്. നമ്മൾ എവിടെയാണ് കുറിച്ച അമ്മ ഇത് മോനെ എവിടെയാണ്? വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ 2 പിള്ളേരും പിന്നെ അവിടെ നിന്ന് ഇറങ്ങില്ല എന്നായി. കാരണം ഫുൾ ടൈം അവിടെ തന്നെ ഇറങ്ങണം എന്ന് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് സമയം വെള്ളത്തിലെല്ലാം കളിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ നോക്കുമ്പോൾ കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു പ്രഭാത ഭക്ഷണമായിട്ട്. എന്നാൽ പിന്നെ കഞ്ഞി കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം, ഇനിയിപ്പോൾ ഹോട്ടലിലൊന്നും കയറണ്ടല്ലോ എന്ന് കരുതി നല്ല കഞ്ഞിയും കപ്പയും പയറും നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒന്ന് രാവിലെ തന്നെ കഴിച്ചു. അതിൽ കൊണ്ടിട്ടോ മതി പോര്. ഗുഡ് ഗേൾ. നമ്മൾ അമ്പാറ്റിയിൽ തൊഴുതു അല്ലേ? തൊഴുതു. മമ്മമ്മ കഴിച്ചോ? മമ്മമ്മ കഴിച്ചു. ഇനി പോവാ. എവിടെ ആരുടെ കൂടെ പോണേ? വരല് മാറ്റൂ. അമ്മാവ ആരുടെ കൂടെ പോണേ? അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പോരുന്ന വഴി തന്നെയാണ് ഐമുറി ശ്രീ മഹാദേവ ക്ഷേത്രം.
അവിടുത്തെ വലിയ നന്ദികേശനുള്ളത് ഭയങ്കര വിശേഷപ്പെട്ട ഒരു അമ്പലമാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ അവിടെ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ അവിടെയും കൂടെ കയറാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ അവിടെ ചെന്ന് നല്ലപോലെ ഒന്ന് തൊഴുതു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും നേദ്യത്തിൻ്റെ സമയമായതുകൊണ്ട് വേഗം തന്നെ തൊഴുത് ഇറങ്ങേണ്ടി വന്നു ഞങ്ങൾക്ക്. പക്ഷെ നല്ലപോലെ തൊഴാനും പറ്റി. പിന്നെ കുറച്ച് നേരം അവിടെ നന്ദികേശനെ എല്ലാം മക്കളെ കാണിച്ചു കൊടുത്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എന്തായാലും നല്ലൊരു ഞായറാഴ്ചയുടെ സ്റ്റാർട്ടായിട്ട് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലെല്ലാം പോയിട്ട് പയ്യെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇനി ഞങ്ങൾക്ക് ഈസ്റ്റർ ദിവസമായതുകൊണ്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ വ്ളോഗൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ വരാം. ബൈ.